വീടുകളിലെ ഓരോ മാലിന്യം എടുക്കുക. ഇതുപോലെ പഞ്ചായത്തുകളിൽ നിന്ന് ഒരുപാട് വനിതകൾ വളരെ സന്നദ്ധ പ്രവർത്തകരാണ് വരുന്നത്. ഇവരോട് നന്നായി സഹകരിച്ചാൽ നമ്മുടെ കേരളത്തെ നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ഒരു നാടാക്കി മാറ്റാം. ഇപ്പം എല്ലാവരും സഹകരിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ജനങ്ങളിൽ നിന്ന് വ്യത്യാസം എന്തൊക്കെയാ ജനങ്ങൾ തരുന്നുണ്ട്? സാധനങ്ങളൊക്കെ ഇതുപോലെ സമയത്ത് ഒരു 20 വീട് കയറിയാല് 15 വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ചീത്തയാണ് കേട്ടത്. അല്ലാ, അത്ര അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഒരു 100 വീട് കയറിയ ഒരു വീട്ടുകാരൊക്കെ ഒരു എതിര് നെഗറ്റീവായിട്ട് പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇത് വേർതിരിച്ച് തരുന്നുണ്ടാ? എങ്ങനെ അത് ഒന്നായിട്ട് കുത്തിക്കലക്കി തരിക? ഇപ്പോഴും ഒന്നായിട്ട് തന്നെയാണ്. അങ്ങനെ മതിയല്ലേ? അത് പറയേ അതിനൊരു മാറ്റം. ജനങ്ങളുടെ ഒരു സമീപനത്തിൽ അതിൽ കുറച്ച് മാറ്റം വരുത്താം. ഈ പമ്പേഴ്സ്, നാപ്കിൻ അങ്ങനത്തതൊക്കെ ഒരു വേറെ ഇതിലാവണം അല്ലേ? എല്ലാം കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും. അപ്പൊ അതൊന്ന് മാറ്റി തരണം 2 പാത്രത്തിലാക്കിയിട്ട്. അത്രയും കൂടി ഒരു ചേഞ്ച് ഉണ്ടായാൽ നമ്മുടെ നാട് കുറച്ചും കൂടി വൃത്തിയാക്കാം. കൊണ്ടുപോകണ്ട. ഇതാ കൊണ്ടുവരണം ഒന്നായിട്ട് കൊണ്ടുവരേ. ഇങ്ങനെ ഇപ്പൊ ഒന്നിച്ചാണ് വരും തരുന്നതില്ലേ? അപ്പൊ അത് 2 ആക്കി തരണം. അപ്പൊ ഞങ്ങൾ തന്നെ ഇഞ്ഞൊരു മാതൃക കാണിക്കണം അല്ലേ? ഇതിപ്പോ നിങ്ങൾ ഒന്നിച്ചെടുത്ത് എന്നാലും ഇവള് ഇങ്ങനെ താണ്ട ഒരു ചെറിയ പ്ലാസ്റ്റിക് പോലും ഞങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുന്നില്ലല്ലോ. അല്ല, വൃത്തിയില്ലേ? അതാണ്. അങ്ങനെയല്ല, ഇവിടെ ജൈവ ഞങ്ങൾ തന്നെ റെഡിയാക്കുകയാണ്. അതാട്ടെ 2 ആക്കാത്തത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ജൈവ മാലിന്യമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ ഒരു പാത്രത്തിലാക്കി അത് വളമായിട്ടും കോഴിക്കായിട്ടും ആടിനായിട്ടും ഞങ്ങൾ ഇവിടെ റെഡിയാക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ തരാത്തത് കേട്ടാ. ഏതായാലും ഇപ്പോൾ അത്യാവശ്യം നന്നായി വൃത്തിയോടെ ചെയ്തിട്ടില്ലേ? അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുക്കേണ്ടത്. കുഞ്ഞ് കണ്ട ഈ ജാതികളൊക്കെ ചിലർ ഇങ്ങനെ ഇടും, പുറത്തേക്ക് ഇടും, നല്ല ഭംഗിയല്ലേ അറിയിട്ട്. അതുപോലും ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ അതെല്ലാവരും ഇനി സഹകരിക്കുക. അങ്ങനെ രണ്ടത്താണിയിലെ മാറാക്കര പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ 1-ാം വാർഡില്. നിങ്ങളെ പേര് പറഞ്ഞോളി. സിന്ധു, റീന, ശാന്ത. അപ്പൊ 3 നിങ്ങൾ തന്നെയാണ് എവിടെയൊക്കെ മാറാക്കര പഞ്ചായത്ത് മുഴുവങ്ങളാ? 1-ാം വാർഡ് മാത്രം അല്ലേ? മറ്റുള്ള പഞ്ചായത്തുകളെ വാർഡൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആവട്ടെ. അതിലെ പ്ലാസ്റ്റിക് മാറ്റിയേ? റീസൈക്കിളിന് പറ്റിയ സാധനം ഇതാണ് മാറ്റി അല്ലേ? ഓക്കെ. എന്തൊക്കെ എടുത്തിട്ടത്? അതിലേക്ക് എന്താ എടുത്തിട്ട് നിങ്ങൾ മാറ്റി വെച്ചത്? ചട്ടപ്പെട്ടി, കുപ്പി, പ്ലാസ്റ്റിക് അതൊക്കെയാണ് ഇതാണ് മാറ്റി. ഇതൊക്കെ റീസൈക്കിളിനുള്ള ആളോ? ഏത് ഈ ഉറകളൊക്കെ? അപ്പൊ അതൊക്കെ കണ്ട് വേറെ മാറ്റി അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഒരു കയ്യിനൊരു ഗ്ലൗസ് ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? മാറുന്നതല്ലേ? അപ്പൊ ഇതിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു കച്ചറ ഇല്ല. അങ്ങനത്തെ സാധനമൊക്കെ ആകുമ്പോ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം അല്ലേ? ഇത് കാണുമ്പോ ഒരു സമാധാനം ഉണ്ട്. അവള് കൈകി ഉണക്കിയിട്ടാണ് അത്ര ഞങ്ങൾക്ക് തരല്. കൈകാളിലൊക്കെ എടുത്ത് വെച്ചാണ്. അടിപൊളി. അപ്പൊ എല്ലാവരും ഒരു 2 പാത്രത്തിലാക്കിയിട്ട് ആ വേസ്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കൂടി വേറൊരിടത്തും ജൈവ മാലിന്യമൊക്കെ വേറൊരു പാത്രത്തിലും ആക്കി കൊടുത്താൽ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമായി. ഇത് ലോക രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ത്യ മാത്രമൊന്നുമല്ല. ഇനി നമ്മുടെ രാജ്യം യൂറോപ്പ് പോലെ കാനഡ പോലെ വൃത്തിയുള്ള ഒരു നാടാവാൻ നമ്മളെല്ലാവരും ഇതുപോലെ സഹകരിക്കണം.